ഹേ ഗായ്സ്, പൊന്നിൻചിങ്ങം വന്ന് മാവേലിയുടെ വരവ് അറിയിച്ച് ഓണം സ്പെഷ്യൽ ഫുഡ് ഉണ്ടാക്കാനായിട്ട് നേരെ നമുക്ക് നമ്മുടെ തോട്ടത്തിലോട്ട് പോകാം. നമ്മുടെ തോട്ടത്തിൽ ആവശ്യത്തിനുള്ളതെല്ലാം ഉണ്ടേ. ദേ പാവയ്ക്കക്കുട്ടന്മാർ നോക്കി നിൽക്കുന്നുണ്ട്. എന്നാൽ പാവയ്ക്ക തീരെ തന്നെ ഉണ്ടാക്കിയേക്കാം അല്ലേ? വിഷമൊന്നും അടിക്കാത്ത നല്ല ഫ്രഷ് പാവയ്ക്ക നമ്മുടെ തോട്ടത്തിലുള്ളപ്പം പിന്നെ നമ്മൾ വേറെ എന്തിനും വറീഡാവണം. ശരിക്കും ഈ പാവയ്ക്കായും പയറും എല്ലാം നമ്മുടെ ഈ പറമ്പിൽ ഈ അമേരിക്കൻ മണ്ണിലുണ്ടാകുമ്പം ശരിക്കും മിസ് ചെയ്യുന്നത് നമുക്ക് നമ്മുടെ നാട് തന്നെയാണ്. ഇനി തൊടിയിൽ നിന്ന് നമുക്ക് നേരെ അടുക്കളയിലേക്ക് പോകാം. പാവയ്ക്ക മാത്രമല്ല കേട്ടോ, പടവലവും നിത്യവഴുതനയും കോവയ്ക്കയും എല്ലാം നമ്മുടെ തൊടിയിൽ ഇപ്രാവശ്യം ധാരാളമായിട്ടുണ്ടായിട്ടുണ്ട്. ഇനി ഈ പാവയ്ക്ക നന്നായി നമുക്കൊന്ന് കഴുകിയെടുക്കാം. പാവയ്ക്ക തേയില ഉണ്ടാക്കുന്നതിനായിട്ട് പാവയ്ക്ക നന്നായി കഴുകി നന്നായി ചെറുതായി അരിഞ്ഞെടുക്കുക. അതുപോലെ തന്നെ ചെറിയുള്ളി, മല്ലി, കരിവേപ്പില, തേങ്ങ ചിരണ്ടിയത്, പിന്നെ അല്പം ചുമന്ന മുളക്. പാൻ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായി ചൂടായതിനു ശേഷം മേൽപ്പറഞ്ഞ ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്നിച്ച് ആ പാനിലേക്ക് ചേർത്ത് നന്നായി മൂപ്പിച്ചെടുക്കുക എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. ചട്ടിയിലിട്ട ഇൻഗ്രീഡിയൻസ് കരിഞ്ഞു പോകാതിരിക്കാനായി നന്നായി ഇളക്കി കൊടുക്കുന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ. തേങ്ങയൊക്കെ ഏകദേശം ബ്രൗൺ കളറായി തുടങ്ങുമ്പോഴേക്കും അതിലേക്ക് മല്ലിപ്പൊടി ചേർക്കുക. നേരത്തെ നമ്മൾ മല്ലി ചേർത്തിട്ടുള്ളത് കൊണ്ട് മല്ലിപ്പൊടി ഇവിടെ ഒത്തിരി ചേർക്കേണ്ടി വരുന്നില്ല. ഏകദേശം 1.25 ടീസ്പൂണാണ് ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അതിലേക്ക് ലേശം കാശ്മീരി മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് അത് ഒന്നുകൂടി സിമ്മിലിട്ട് മൂപ്പിച്ച് കൊടുക്കുക. ഓർക്കുക, സിമ്മിൽ മാത്രം ഇടുക. മീഡിയത്തിലേക്ക് ഇട്ടാൽ കരിഞ്ഞു പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇപ്പോൾ നമ്മുടെ വറവൽ ഏകദേശം ഒന്ന് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് ആറുന്നതിനായി മാറ്റി വെക്കുക. ഇനി മൺചട്ടി എടുത്ത് അടുപ്പിലേക്ക് വെച്ച് അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുത്ത് കടുക് പൊട്ടിക്കുന്നതാണ് അടുത്ത ചടങ്ങ്. നന്നായി മൂത്ത എണ്ണയിലേക്ക് കടുക് ചേർത്ത് കടുക് നന്നായി പൊട്ടിയതിന് ശേഷം ഇനി അടുത്തതായി അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുക. ഉള്ളിയോടൊപ്പം കുറച്ച് കരിവേപ്പിലയും കൂടി ഇട്ടിട്ടുണ്ടെങ്കിൽ ടേസ്റ്റ് വളരെയധികം കൂടുന്നതായിരിക്കും. ഈ ഉള്ളി എണ്ണയ്ക്കകത്ത് കിടന്ന് മൂക്കുന്ന ഒരു മണം എന്ന് പറയുന്നത് അതൊരു പ്രത്യേക ഫീലാണ്, പ്രത്യേകിച്ച് നമ്മൾ മലയാളികൾക്കല്ലേ. ചെറിയ ഉള്ളി ഇല്ലാത്തവർക്ക് സവോളയും യൂസ് ചെയ്യാം കേട്ടോ. ഇത് ഏകദേശം ഒരു ബ്രൗൺ കളർ ആവുന്നതാണ് നമ്മുടെ പാകം. അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പാവയ്ക്കയോടൊപ്പം കുറച്ച് ചെറിയ ഉള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം. ചെറിയ ഉള്ളി പാവയ്ക്കത്തേലിന് വളരെ ടേസ്റ്റ് കൊടുക്കുന്നതാണ്. ഈ സമയത്ത് നേരത്തെ നമ്മൾ ആറാനായി മാറ്റി വെച്ചിരുന്ന വറവെല്ലാം 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് മിക്സിയിൽ വെച്ച് നന്നായി അരച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അരപ്പ് പാവയ്ക്കയിലേക്ക് ചേർത്ത് കഴിഞ്ഞിട്ടും നമുക്ക് കുറച്ചും കൂടെ ചാറ് വേണമെങ്കിൽ ലേശം വെള്ളം കൂടി അതിലേക്ക് ആഡ് ചെയ്യാം. വറവ് ഒരുക്കി വെക്കുന്ന ആദ്യഘട്ടത്തിൽ തന്നെ നമുക്ക് പുളിയും തയ്യാറാക്കാവുന്നതാണ്. വാളം പുളി ചെറു ചൂടുവെള്ളത്തിലിട്ട് അതിലേക്ക് ലേശം ഉപ്പിട്ടാൽ പുളി നന്നായി അതിലേക്ക് ഇറങ്ങുന്നതായിരിക്കും. അങ്ങനെ പുളി പിഴിഞ്ഞ വെള്ളം ഈ സമയത്ത് നമ്മൾ പാവയ്ക്കയിലേക്ക് ചേർത്ത് കൊടുക്കുന്നു. അതാണ് നമ്മുടെ പാവയ്ക്കയ്ക്ക് പുളി കൊടുക്കുന്ന ഇൻഗ്രീഡിയൻറ്റ്. ഇനി ഈ കറിയിലേക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് ചേർത്തതിന് ശേഷം അത് നന്നായി തിളയ്ക്കുന്നതിനായി മീഡിയം ടു ഹൈ ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുക്കുക. നന്നായി തിളച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് സെർവിങ് ബോളിലേക്ക് മാറ്റിയതിന് ശേഷം അടിപൊളി ഓണവിഭവമായിട്ട് ഈ പാവയ്ക്കത്തിയിൽ നമുക്ക് വിളമ്പാവുന്നതാണ്. അങ്ങനെ വറുത്തരച്ച് പാവയ്ക്കത്തിയിൽ അടിപൊളിയായി നമ്മൾ സെർവിങ് ബോളിലേക്ക് മാറ്റി നമ്മൾ അടിപൊളിയായി ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി എൻ്റെ ഈ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ, സന്തോഷം നിറഞ്ഞ, സമാധാനം നിറഞ്ഞ ഹാപ്പി ഓണം.